കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയനും ഡോക്ടറും കൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകണം. ഈ സമയം ഡോക്ടർ പറഞ്ഞു, ദേവേനയുടെ അവസ്ഥ ഇതുവരെയും പഴയ സ്ഥിതിയിലേക്ക് ആയിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടതും ജയൻ ചോദിച്ചു, എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? കാരണം അന്ന് കഴിച്ച ആ വിഷം ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. കുടലൊക്കെ ഒരു പൊള്ളിയൊരു അവസ്ഥയിലാണ്. ഒരു ലിക്വിഡ് ആയിട്ടുള്ള എന്തോ ഒരു ദ്രാവകമാണ്, അത് ആസിഡ് ആയിട്ടുള്ള എന്തോ ഒരു ദ്രാവകമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. അപ്പൊ അത് ഓർഗൻസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പൊള്ളിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് ഒമിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ മാറി വരണമെങ്കിൽ കുറച്ച് താമസം പിടിക്കുമെന്ന് പറയാണ്. അല്ല ഡോക്ടറെ, അപ്പൊ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ടോ? ബ്ലഡ് കൊടുത്തോണ്ടായില്ലല്ലോ. ഇന്റേണൽ ഓർഗൻസിന് സംഭവിച്ചിരിക്കുന്ന പെട്ടെന്ന് അങ്ങോട്ട് മാറത്തില്ലോ എന്ന് പറയണം. അല്ല, ബ്ലഡ് കൊടുത്ത മരുമകളാന്നുള്ള സത്യം ഇതുവരെയായിട്ടും ദേവേനെ തിരിച്ചറിഞ്ഞില്ല അല്ലേന്ന് ചോദിക്കണം. ഇല്ല, തിരിച്ചറിഞ്ഞൊരു ഡോക്ടർ. അല്ലെ, തിരിച്ചറിഞ്ഞാലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അത് പിന്നെ ഡോക്ടറോട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചില്ലെന്ന് ചോദിക്കാം. അത് ശരിയാ. ചിലരുണ്ട് ഇങ്ങനെ. ഒരു കാര്യം ചെയ്യാം, നാളെ സൈക്കാട്രിസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അവരുമായിട്ടൊന്ന് സംസാരിപ്പിക്കാം. ഇനിയിപ്പോൾ ഡോക്ടർ സംസാരിച്ച് നോക്കട്ടെ. സംസാരിച്ച് കഴിയുമ്പോൾ എന്താ പറയണമെന്നറിയാം. ഒരു പക്ഷേങ്കിലും മാറ്റം ഉണ്ടായാലോ. ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് മെഡിസിനൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും മാറുമായിരിക്കും എന്ന് പറയണം. ആദർശ് പറഞ്ഞു, അത് ശരിയായിരിക്കും ഡോക്ടറെ. പക്ഷെ നയനമോള് പാവമാണ്. എന്തിനേറെ പറയുന്നു, ഈ വീട്ടിലേക്ക് വേണ്ട മരുമകളല്ല, സ്വന്തം മകളെ പോലെയാണ് അവൾ ദേവേനെ നോക്കുന്നത്. പക്ഷെ ആ സ്നേഹം തിരിച്ചറിയാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയാം. അതങ്ങനെയാ. ചില കേസുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമുള്ളതല്ലെന്ന് പറയണം. പിന്നീട് ജയൻ നേരെ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവേനെ ഇപ്പം ഇങ്ങനെ കണ്ണൂർന്ന് കിടക്കുക. ജയനെ കണ്ടപ്പോഴത്തേനും ദേവേന് ബാജിയായിട്ട് ഇവിടെ ഇരിക്കാൻ പറയണ. കുഴപ്പമില്ല എന്ന് പറയണ. അല്ല, നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല ചേട്ടാ, പക്ഷെ നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയണം. അതിപ്പം അത്രയും വിഷമൊക്കെ ഉള്ളിൽ ചെന്നല്ലേ, അതും കൊണ്ടാ. പെട്ടെന്നൊന്നും മാറത്തില്ല. ബ്ലഡൊക്കെ കയറ്റി കഴിയുമ്പത്തിന് എല്ലാം ശരിയാവുമെന്ന് പറയണം. അല്ല, ആ നയന ഇവിടെ ഉണ്ടോന്ന് ചോദിക്കാം. അവള് പുറത്തുണ്ട്. അവള് ഒരു കാരണവശാലും ഈ മുറിയിലേക്ക് കയറ്റി വിടില്ലെന്ന് പറയണം. ആന്താ ദേവേനി നീ അങ്ങനെ പറഞ്ഞേ? അവൾ ഈ മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അസുഖം കുറയത്തില്ല, കൂടത്തോളെന്ന് പറയണം. ദേവേനി, നീ ഇനിയെങ്കിലും അവളെ നീ പഠിക്കണം. അവള് നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടെന്ന് പറയാം. ജയേട്ടാ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ജയേട്ടനൊന്ന് എന്താ ഇങ്ങനെ അവളെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ? അത് മാത്രം എനിക്ക് മനസ്സിലാത്തേ. എന്താ ചേട്ടാ ഇങ്ങനെയെന്ന് ചോദിക്കുക. ദേവേനി, നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടെന്ന് പറയാം. പിന്നെ അനാമിക മോൾ എനിക്ക് വന്ന് ബ്ലഡ് തരാനായിട്ട് തയ്യാറായി. പാവന്റെ അനാമിക മോള്. അതെ, അവൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മരുമകള് അനാമിക മോള് തന്നെയാ. ഒരിക്കലും ഞാൻ അവളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇതേടെ ജയൻ പറഞ്ഞു, നിന്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നീ നയനെ എത്രത്തോളം വെറുക്കുന്നോളം അത്രത്തോളം നിന്റെ ജീവിതം ദുഷ്കരമായി മാറിക്കൊണ്ടോ ഇരിക്കുള്ളൂ. അറിയാലോ, നീ നയനെ സ്നേഹിക്കണം. നയനെ സ്നേഹിച്ചാൽ മാത്രം നിനക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടാൻ ദേവേനെ പറഞ്ഞു, അങ്ങനെ എനിക്കൊരു നല്ല ജീവിതം കിട്ടണ്ട. ഇനിയിപ്പോ എന്നാ അവളെന്നെ വലിയ ആളാണോ? അവളാണോ എനിക്ക് ബ്ലഡ് തന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടെന്ന് പറയണം. പിന്നീട് ജയൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ റെസ്റ്റ് എടുത്തോ. വെറുതെ എന്തൊരു ടെൻഷൻ അടിച്ചിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്നത്. മനസ്സിനെ സങ്കടപ്പെടുത്തുന്നോ അല്ല വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. മനസ്സിന് നല്ല ചിന്തകൾ മാത്രം കൊണ്ടുപോവാ. എന്നിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്കാൻ പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ്. ജയനെ മനസ്സിലായി, ഇനി എന്തൊക്കെ അവളോട് ഇന്ന് വായിട്ടളിച്ചിട്ടും അവളുടെ മനസ്സിൽ നിന്ന് നയനോടുള്ള വെറുപ്പ് പോകാൻ പോകുന്നില്ലെന്നുള്ള കാര്യം. ആ സമയം അനാമിക ആ പാടെ കലിതുള്ളി വീട്ടിലേക്ക് കയറി വരുവാണ്. വന്നിപ്പോ രേവതിയും വീടോടെ ഉണ്ടായിരുന്നു. എന്താ മോളെ, നിന്റെ മോഹം എന്താ വല്ലായിരിക്കുന്നേ? കൊല്ലേണ്ടത് ആ നയനെയും നവീനെയും അല്ല, ആ നന്ദൂനെയാന്ന് പറയണ. നന്ദൂനെ എന്താ? അവള് കാരണം എന്റെ ജീവൻ നശിച്ചോണ്ടിരിക്കുന്നേ. അവള് കാരണോ? അതെ അച്ഛാ, എന്ത് ചെയ്യാനെന്ന് പറ. അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതെങ്ങനെ? അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേനല്ലോ. അച്ഛൻ ചുമ്മാ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അല്ലാതെ അച്ഛനെ കൂടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോന്ന് ചോദിക്കും. ഇപ്പൊ കാര്യം എന്താ? അവള് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. നന്ദുവും അനിയും കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള സംസാരം. പിന്നെ ഞാൻ ആരാ? ഞാനൊരു വെറുതെക്കാരി, അറിയാലോ. എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു ഇത്? എനിക്കൊരു വിവാഹത്തിന്റെ ആവശ്യവും ഇല്ലായിരുന്നു പറയണേ. കേട്ടോ രേവതി പറഞ്ഞു, മോൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അച്ഛൻ അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവളെ കൊന്നു കളഞ്ഞേക്ക്, അതായിരിക്കും ഏറ്റവും നല്ലത്. മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാണ്ട് ഓരോന്നൊക്കെ. വേണു പറഞ്ഞു, മോളെ അവളുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്ന് പറയണം. അച്ഛാ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണ്, അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഈ മനുഷ്യനെ ആകെപ്പാടെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുക എന്ന് പറയാണ്. അനിയെ എങ്ങനെ സ്വന്തമാക്കാന്ന് കരുതിയിട്ടാ അവളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ഒരു കാരണവശാലും നടക്കരുത് വെച്ചാന്ന് പറയണം. മോള് ധൈര്യമായിട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് വേണു അങ്ങോട്ടേക്ക് പോകണം.
അപ്പോഴേ രേവതി നീ എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഇനി അച്ഛൻ എന്തേലും ചെയ്യില്ലെന്ന് ചോദിക്കുകയാണ്. ചെന്ന് ചെയ്യട്ടെ, അവളെ കൊല്ലുവാണെ കൊല്ലട്ടെ, അതാ വേണ്ടത്. അവളെപ്പോലെ ഒരു ദുഷ്ടപിശാചിനെ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ലെന്നൊക്കെ പറയണം. പിന്നീട് നന്ദു സ്കൂട്ടിയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ഒരു കാറും കൂടെ വിലങ്ങിയിരുന്നു. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ചേട്ടാ വണ്ടി ഇച്ചിരി ഒതുക്കിയിടാമെന്ന് ചോദിക്കണം. അപ്പോഴേക്കും അതിനകത്തുനിന്ന് 2-3 ഗുണ്ടകൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അതെ, വണ്ടി ഒതുക്കിയിടാനൊക്കെ സമ്മതിക്കാം, മര്യാദയ്ക്കൊന്ന് കാറെ കയറേണ്ടെന്ന് പറഞ്ഞ് കത്തി കാണിച്ചങ്ങ് ഭീഷണിപ്പെടുത്തോടാം. ഈ സമയത്ത് വേണുവിന്റെ വണ്ടി ഇട്ടുകൊണ്ട് പതുക്കെ അപ്പുറത്ത് മാറി വയ്ക്കുന്നുണ്ടായിരുന്നു. വേണു അപ്പോൾ ഒരു കൊട്ടേഷൻ കൊടുത്തായിരുന്നു നന്ദുവിന് വേണ്ടിയിട്ട്, നന്ദുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വേണുവിന് അറിയില്ലല്ലോ നന്ദു ആരാ എന്താന്നൊക്കെയാണ്. ഇന്നത്തോടുകൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊക്കെ വിചാരിച്ച് വേണു മാറി ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും നന്ദു എന്ത് ചെയ്യണം, നന്ദുവിന്റെ കയ്യെ കയറി പിടിക്കാൻ തുടങ്ങിയ ഒരു ഗുണ്ടയുടെ കൈ നോക്കി ഒറ്റ ചവിട്ടം കൂടെ കൊടുക്കുകയാണ്. പിന്നെ ഒരു നന്ദുവിന്റെ ഒരു സംഹാര താണ്ഡവമായിരുന്നു അവിടെ നടന്നേ. ഇതൊക്കെ കണ്ട് കിളിപോയൊരവസ്ഥയിലായിരുന്നു വേണു. ഇവിടെ അടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇമാതിരി അടി ആദ്യമായിട്ടാണ് കാണുന്നത്. 4-5 ആൺപിള്ളേരെ ഒരുമിച്ച് ഇടിച്ച് നിരപ്പാക്കി. ഇമാരൊക്കെ എന്നെ ഒരു സൈസുകള ചുമ്മാ തിന്നിട്ടും കുടിച്ചിട്ട് എവിടെ ഇരിക്കാന്നല്ലാതെ കണ്ടില്ലേ, ഒന്നിനും കൊള്ളത്തില്ല, വെറുതെ പൈസ മേടിച്ചോണ്ടിരിക്കും. ഇവന്മാരെയൊക്കെ ആണല്ലോ താൻ ഈ പണി ഏൽപ്പിച്ചിരുന്നത്. എന്റെ ദൈവമേ, ഇതിനേക്കാളും ഭേദം വല്ല കൊച്ചു കുട്ടികളെ ഏൽപ്പിക്കുമായിരുന്നു. അവളുടെ അടി കണ്ടിട്ട് ദൈവമേ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് നന്ദിച്ച് ആരടാ നിന്നോട് ഇങ്ങ് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കണം. പക്ഷെ അവന്മാരൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവിടെ അനിയുടെ വണ്ടിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അനി ഈ കാഴ്ച കൊണ്ട് പെട്ടെന്ന് നിർത്തിയിട്ട് ഓടി അങ്ങ് ചെല്ലുമ്പോഴത്തേനും അവന്മാര് കയറി വണ്ടി എടുത്തോണ്ട് ജീവനം കൊണ്ട് ഓടുവാണ്. വേണുവിന് മനസ്സിലായി പണി പാളി എന്നുള്ള കാര്യം. ഇനിയിപ്പോ ഇവൾ എന്താണെങ്കിലും വെറുതെ ഇരിക്കത്തില്ല. അവന്മാർ ഓടുകയും ചെയ്തു. ആകെപ്പാട് ടെൻഷനായിപ്പോയി വേണുവിന്. പെട്ടെന്ന് അനിയൻ കൂടി ചെല്ലുവാണ്. ആഹാ, നന്ദുവിന്റെ ഒരു അടി കണ്ട് കുറെ ദിവസമായല്ലോ, എത്ര നാളെ ഇതുപോലത്തെ ഒരു ഫൈറ്റ് കണ്ടെന്ന് പറയണേ. ഓഹോ, അപ്പൊ ഫൈറ്റ് കാണാൻ വന്നാണ് അനിയെന്ന് ചോദിക്കാം. അതല്ല, ഞാനിവിടെ പോയപ്പോ കണ്ട ഇല്ല, എന്തേലും കുഴപ്പമുണ്ടെന്ന് നിൽക്കും. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അനി ഞാൻ പോയേക്കുവാ, നമ്മൾ തമ്മിൽ സംസാരിക്കുക ശരിയല്ലെന്ന് പറയും. എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറയണേ? അത് പിന്നെ എനിക്കറിയാലോ, വെറുതെ ആണെങ്കിൽ പോലും ഇനി നമ്മൾ തമ്മിൽ കണ്ട സംസാരിക്കണ്ട. ഹോസ്പിറ്റലിൽ വെച്ച് ഞാനും അനിയും തമ്മിൽ സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ അടി നടന്നിരിക്കുന്നത്. ആ ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വന്നതിന്റെ പിന്നില് ആ അനാമികയുടെ അച്ഛനാന്ന് പറയണ. വേറെ ശത്രുക്കളാരും എനിക്കില്ല. കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന അനാമികയുടെ അച്ഛൻ തന്നെയാ, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയണം. അനി പറഞ്ഞു, എടോ എന്നും പറഞ്ഞോണ്ട് താൻ എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? അതെ അനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ വെറുതെ വിട്ടേരെ. അനാമികയാണ് ഭാര്യ, അവളെ സ്നേഹിച്ച് അവളോടൊപ്പം ജീവിക്കാണ്ട് നോക്ക്. വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനും വരുന്നില്ലല്ലോ. ഇനിയിപ്പൊ ഇത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ഞാനാണെങ്കിൽ എങ്ങനെയും ഒഴിഞ്ഞു മാറി പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയാലോ. ഇനി ആ വീട്ടിലേക്ക് കയറി വരാനായിരുന്നെങ്കിൽ എനിക്ക് എന്നെ ആവായിരുന്നു. പക്ഷെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ ഒരിക്കലും ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കാത്തെ. ഇനി എന്തിനാ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാനും അനിയും തമ്മിൽ സംസാരിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഞാൻ പോയേക്കോ എന്ന് പറയണം. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന വേണു ഒരു കാര്യം മനസ്സിലായി. രണ്ടുപേരും കൂടെ തമ്മിൽ മുടിഞ്ഞ പ്രേമമാ. കണ്ടില്ലേ റോഡിൽ നിന്ന് കൊഞ്ചിക്കൊഴയുന്നേ? താൻ വെറുതെ ആയിപ്പോയി തല്ലാനായിട്ട് ആളെ വിട്ടത്. ആകെപ്പാടെ ചമ്മി നാണം കിട്ടും. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പിടിക്കപ്പെട്ടാ തീർന്നു. പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് അവിടെ ഇങ്ങോട്ട് പോവാണ്. പിന്നീട് വീട്ടിലേക്ക് ചെല്ലുക. ആ സമയം അനാമികയും രേവതി ഇങ്ങനെ സിറ്റോട്ട് തന്നെ ഉണ്ടായിരുന്നു, അയാളുടെ വരവും കാത്താണ്ട്. ഇത് രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പം നന്ദു അവന്മാരെ തല്ലി ഓടിച്ചെന്ന് എങ്ങനെയാ പറയുന്നേ? അതിൽ പരം ഒരു നാണക്കേട് വേറെ വരാനില്ല. അത് വേണ്ട, തൽക്കാലത്തേക്ക് അത് പറയണ്ട. വേറെ ഒരു വലിയ നുണ തന്നെ തട്ടിവിടാം. വേണു കയറി ചെന്നപ്പോഴത്തേന് അനാമിക ചോദിച്ചു, അല്ലച്ചാ എന്തായി കാര്യങ്ങളൊക്കെ? അവളെ തല്ലി ശരിയാക്കി വയ്ക്കും. തല്ലി ശരിയാക്കുന്ന കൈയും കാലും ഒടിച്ചിട്ടുണ്ടെന്ന് പറയണം. ആ കൊള്ളാലോ. എനിക്ക് ഇപ്പോഴൊരു സമാധാനം ഇല്ല. അച്ഛാ, കൈയും കാലും തല്ലി ഒടിക്കുകയല്ല ചെയ്യുന്നത്, അവളെ കൊന്നു കളഞ്ഞേക്കാൻ മേലായിരുന്നോ? ദേവതഞ്ഞു മോളെ, അതൊന്നും വേണ്ട, അതൊന്നും ഇപ്പൊ ശരിയാകത്തില്ലെന്ന് പറയണ. അല്ലെങ്കിൽ വേണ്ടച്ച അവളുടെ നടുവ് അങ്ങോട്ട് തളർത്തിയിടണം. അവൾ ഒരിക്കലും എഴുന്നേക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം കൊണ്ടു നിൽക്കും. അതെ, ഘട്ടഘട്ടമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ. ഇപ്പൊ ഇടപെടിന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഒറ്റയടിക്ക് നമുക്കങ്ങ് ചെയ്യണ്ട. എന്താണ് കൈയും കാലും ഒടിച്ചിട്ടല്ലോ, സമാധാനം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, അത് ശരിയാ. അനാമ പറഞ്ഞു, എനിക്ക് ആ കാഴ്ച ഒന്ന് കാണാൻ പോണമെന്നുണ്ട്. ആദ്യം നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത് അതൊന്നും വേണ്ട, വെറുതെ നമ്മളായിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാണ്. പിന്നീട് വേണു അകത്തേക്ക് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോൾ അനാമിക രേവതി പറഞ്ഞു, എനിക്ക് എന്നാലും ആ കാഴ്ച ഒന്ന് കാണണമേ, എനിക്ക് ആ കാഴ്ച കാണണം, എന്നിട്ടൊന്ന് പൊട്ടിച്ചിരിക്കണം. അവള് കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്നത് എന്ത് രസമായിരിക്കും അല്ലേ? അവള് ഹോസ്പിറ്റലായിരിക്കോ അതോ ഇപ്പൊ വീട്ടിലായിരിക്കോ എന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അതൊന്നും അറിയത്തില്ല, എവിടെ എന്താണെന്നും അറിയത്തില്ലോ. ഇനിയിപ്പോ നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, കിട്ടാനുള്ള അവൾക്ക് കിട്ടിയില്ലോ, വെറുതെ എന്തിനാ ഇനിയിപ്പോ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുകയാണ്. ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. മുത്തശ്ശിയോട് മുത്തശ്ശൻ പറഞ്ഞു, അല്ല
ഒന്ന് രണ്ട് ദിവസമായാലേ അനാമികമോള് പോയിട്ട് ഇതുവരെയായിട്ട് അവള് തിരിച്ചു വന്നില്ലോ എന്ന് പറയാം. അത് ശരിയാ. അല്ല, വേണമെങ്കിൽ അജയനോടും ജാനകിയോടും കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് അല്ല, അവര് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ അതിന്റെ ആവശ്യം? അവൾ സ്വന്തം ഇഷ്ടപ്പെടാൻ ഇറങ്ങിപ്പോയതല്ലേ, അവൾക്ക് തിരിച്ചറിവേണ്ടായിട്ട് അവള് കയറി വരട്ടെ എന്നാ ഞാൻ പറഞ്ഞെന്ന് മുത്തശ്ശൻ പറയാം. എന്നാലും അവള് കയറി വരുമെന്ന് എനിക്ക് തോന്നില്ല. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, വന്നിട്ട് അതേപടി തന്നെ പോവുകയും ചെയ്യുന്നു പറയാണ്. ഇതിയുടെ മുത്തശ്ശൻ പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ കുടുംബത്തിലുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കും, ഓരോ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നേരത്തെ ആണെങ്കിൽ ഇവിടെ മലയ്ക്ക് പോകാൻ മാല ഇട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന. ഈ തവണ എന്താണെങ്കിലും അതൊക്കെ നടത്തണമെന്ന് പറയാണ്. അപ്പോഴേക്കാണ് അജയൻ അങ്ങോട്ട് വരുന്നത്. അജയൻ എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ. അത് ഞാൻ പിന്നെ നിന്റെ മരുമകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഓ, അവളുടെ കാര്യമാണ്. ജാനകിയാണെങ്കിൽ എന്നോട് പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന. പക്ഷേങ്കിൽ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല അച്ഛാ. എന്തിനാ വെറുതെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നേ? അനിയുടെ ജീവിതം നശിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതിനോടായി എനിക്ക് യോജിപ്പ്. അവൾക്ക് സ്വയം മനസ്സിലുണ്ടായിട്ട് അവള് തിരിച്ചു വരട്ടെ എന്ന് പറയാ. അജയനും പറഞ്ഞു അത് ശരിയാ. അല്ല, നമ്മൾ ആരോട് ഇറക്കി വിട്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ കാല് പിടിച്ചു പോയി വിളിച്ചോണ്ട് വരേണ്ട കാര്യമില്ലോ എന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു നമ്മളെല്ലാവരും വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് കൂട്ടു നിന്നു. പിന്നെ അവന്റെ തലയിലേക്ക് അവളെ കെട്ടിവെച്ചെന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ചെയ്ത് ഏറ്റവും വലിയ തെറ്റാ. അതുകൊണ്ട് ഇനിയിപ്പൊ നമ്മള് അതിന് പ്രായച്ചിത്തം ചെയ്യാനായിട്ട് ഒന്നും പറ്റത്തും കൂടെ ഇല്ല. പണ്ടത്തെ പോലെ മലയ്ക്ക് പോകുന്ന സമയത്ത് അയ്യപ്പൻ പാട്ടും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയാ. ഒരു കാര്യം ചെയ്യുക, നീ അനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ, കുരുത്തോലപ്പന്തിലിടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂട്, എല്ലാം സെറ്റ് ചെയ്യാൻ പറ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയൻ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ അയ്യപ്പൻ പാട്ടിന്റെ ആൾക്കാർ വൈകുന്നേരം 4 മണിയാകുമ്പത്തേനും വരും. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ, അവിടെയുള്ളവർ ഇങ്ങോട്ടും വരട്ടെ, വൈകുന്നേരം ഇവിടെ അയ്യപ്പൻ പാട്ടും കാര്യങ്ങളൊക്കെ നടത്തട്ടെ എന്ന് പറയാണ്. അജയൻ പറഞ്ഞു അത് ശരിയാച്ചാ, ഞാൻ അവരോട് വിളിച്ചു പറയാന്ന് പറയാണ്. വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അജയൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം നയന ബെഡിൽ കിടക്കുകയാണ്. കാരണം നയനയ്ക്ക് ശരിക്കും ശരീരം അങ്ങ് നേരെയായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു തലകറക്കത്തെ ക്ഷീണമൊക്കെ. ആദർശം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്നോട് ഈ ബ്ലഡ് കൊടുക്കണ്ടാന്ന്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ക്ഷീണമൊന്നും ശരിക്കും മാറിയിട്ട് പോലില്ല. അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയണം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതുപോലൊരു സാഹസത്തിനൊന്നും മുതിരില്ല കേട്ടോ എന്ന് പറയണം. പിന്നെ എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ രക്ഷിച്ചതുകൊണ്ട് എന്താ കാര്യം? ഇതുവരെയായിട്ടും കണ്ടില്ലേ അമ്മ നിന്നെ കാണാൻ കൂട്ടാക്കുവോ, അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അപ്പോഴേക്കും അങ്ങോട്ട് ജയൻ കിടന്നു വരുവാണ്. ജയൻ വന്നിട്ട് ചോദിച്ചാ ആഹാ എങ്ങനെയുണ്ട് നായനമോളെ, ഇപ്പൊ ഭേദമായെന്ന് ചോദിക്കാം. കുഴപ്പമില്ല അച്ഛാ, കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറയണം. അതെ, ഇന്ന് വൈകുന്നേരം വീട്ടിൽ അയ്യപ്പൻ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. ഇത് കേട്ടപ്പോ നയന ചോദിച്ചല്ല അപ്പൊ അതിന് കുരുത്തോലപ്പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കും. അതൊക്കെ അനി ചെയ്യുന്നുണ്ട്, അനി അതെല്ലാം സെറ്റ് ചെയ്തോളും, നീ അതിനെക്കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആദർശ് പറയണം. അല്ല ആദർശേട്ടൻ ഞാനും കൂടെ, അതെ നീ പോന്നോളൂ, വൈകുന്നേരം നമുക്ക് പോയേക്കാം. ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് ഇനിയിപ്പം അപ്പച്ചി ജാനകിളമ്മയൊക്കെ വരുമായിരിക്കും എന്ന് പറയാ. അവര് വന്ന് നിൽക്കട്ടെ. ജയൻ പറഞ്ഞു അത് ശരിയാ, ഇനിയിപ്പോ പെണ്ണുങ്ങളാ ഇവിടെ വേണ്ടത്, അവര് വന്ന് നിൽക്കട്ടെ എന്ന് പറയാണ്. വൈകുന്നേരം ഇനിയിപ്പോ അവിടെ അയ്യപ്പാട്ടും കാര്യങ്ങളൊക്കെ അല്ലേ വീട്ടില്, നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാന്ന് പറയാണ്. നയന പറഞ്ഞു ഞാൻ പോയി ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ് അവരെ. വേണ്ട, നീ ഹെൽപ്പ് ചെയ്യുന്നും വേണ്ട. ഇതായപ്പോ ആദർശ് പറഞ്ഞു അതെ നീ അവിടെ പോയി നാളായിട്ട് നിന്ന് കൊടുത്താൽ മാത്രം മതി. നീ വലിയ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലേ, നീ പറഞ്ഞു കൊടുത്ത് നിന്നാൽ മാത്രം മതി, അവര് കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇനി അവിടെയും കൂടെ പോയി കിടന്ന് കഷ്ടപ്പെടണ്ട. ഇനിയിപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട അവസരം വരില്ലെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാന്ന് പറയണം. അല്ല ഞാൻ പോകുന്നതിന് മുമ്പ് അമ്മേനെ ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശന് വേണ്ട, നീ കയറി കണ്ടാൽ ശരിയാകത്തില്ല. ജയനും പറഞ്ഞു വേണ്ട മോളെ, വെറുതെ എന്തിനാ, അവൾ എന്താണെന്ന് നിന്നെ അംഗീകരിക്കാനായിട്ട് ഇതുവരെയായിട്ടും കൂട്ടാക്കിയിട്ടില്ല, വെറുതെ എന്തിനാ ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കുന്നേ. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു നിമിഷം വരും. ഇപ്പൊ തന്നെ ആകെപ്പാടെ മാനസിക നില തെറ്റിയ പോലെ അവര് പെരുമാറിക്കൊണ്ടിരിക്കണേ. വെറുതെ എന്തിനാ അത് ചൂട് കയറ്റാനായിട്ട് ഇനി അങ്ങോട്ടേക്ക് ചെല്ലുന്നേ. ഇനി സൈക്കാട്രിസ്റ്റിന് ഉപദേശം തേടാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു ദിവസം മോളെ തിരിച്ചറിയുവാണെങ്കിൽ, മോളാണ് ബ്ലഡ് കൊടുത്ത് ജീവൻ രക്ഷിച്ചതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ദേവാനെ സ്നേഹിക്കാൻ തുടങ്ങുമായിരിക്കും. പിന്നെ അവളുടെ സ്നേഹത്തെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ, സ്നേഹിക്കുവാണെങ്കിൽ കല്ല് പറിച്ച് സ്നേഹിക്കും. കാരണം അതൊക്കെ അനുഭവിച്ച ഞാനും ആദർശം. രണ്ടാമതൊരു കുട്ടി വേണ്ട നമ്മൾ തീരുമാനിക്കുന്ന വെച്ചതിന്റെ കാരണം എന്താണെന്നറിയാവും. ആദർശന് ശ്വാസം മുട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുട്ടി വേണ്ടെന്ന് തീരുമാനിച്ചേ. ഒരു പെൺകുട്ടി വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവൾ അതിന് സംഭവിച്ചില്ല എന്ന് പറയാണ്. അത്രമാത്രം ആദർശനെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ.
മോനെ തട്ടിയെടുക്കുമെന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ കാണുമായിരിക്കും എന്ന് പറയണം. ആദർശ് പറഞ്ഞു, ഇനിയിപ്പം നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഇറങ്ങിയേക്കാന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.